വാഴ്ത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ 3 വരവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒന്നാമത്, യേശുക്രിസ്തു ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു. എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ, മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടി യേശുക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു രണ്ടാമത് വരാൻ പോവുകയാണ്. ഒന്നാമത് യേശുക്രിസ്തു വന്നത് മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനാണ് വന്നുവെങ്കിൽ, യേശുക്രിസ്തു രണ്ടാമത് വരാൻ പോകുന്നത് തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാനാണ് യേശുക്രിസ്തു രണ്ടാമത് വരാൻ പോകുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം കാണുന്നു, യേശുക്രിസ്തു മൂന്നാമത് വരും. എന്തിനു വേണ്ടിയാണ് വരുന്നത്? 1000 ആണ്ട് വാഴ്ച എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് വേണ്ടി യേശുക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് മൂന്നാമത് വരുന്ന യേശുക്രിസ്തുവിൻ്റെ മൂന്നാമത്തെ വരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവവും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞാൻ വചനം സംസാരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് വന്നിരിക്കുമ്പോൾ നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവമെങ്കിലും അതിന് മുന്നോടിയായി, യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്, മനുഷ്യരിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വേദപുസ്തകത്തിനകത്തുണ്ട്. അതെല്ലാം പ്രസംഗിപ്പാൻ സമയമില്ലെങ്കിലും ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് പഠിക്കുമ്പോൾ ഇത് നമ്മൾ പഠിക്കുക മാത്രമല്ല, നാം അതിനു വേണ്ടി ഒരുങ്ങുകയും നമ്മൾ പലരെയും യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഈ ജനറൽ കൺവെൻഷൻ നിങ്ങൾക്ക് എത്രത്തോളം അനുഗ്രഹമായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ തലവേദന മാറി, എൻ്റെ പനി മാറി, അല്ലെങ്കിൽ എൻ്റെ കാലുവേദന മാറി, ഇങ്ങനെ ചില രോഗങ്ങൾ മാറിയതായിട്ടോ അല്ലെങ്കിൽ ചില ചെറിയ ചെറിയ അത്ഭുതങ്ങളല്ല നമ്മൾ പറയേണ്ടത്. എനിക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കഴിഞ്ഞു എന്ന് പ്രാഗൽഭ്യത്തോടെ ഈ 2026 കാലുകുത്തിയിരിക്കുന്ന ഇതിനകത്ത് കേൾക്കുന്നവരും ലൈവിൽ കൂടെ ശ്രദ്ധിക്കുന്നവരും ഈ ദേശനിവാസികൾ എല്ലാവരും പറയണം, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് പഠിക്കുവാൻ കഴിഞ്ഞു. അതൊക്കെ ഈ കാലഘട്ടത്തിൽ ആ സംഭവങ്ങൾ നടക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങുവാൻ കഴിഞ്ഞു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഏത് സമയത്തും കർത്താവ് വരാം. ഹല്ലേലൂയ. ചോദ്യം ഇത്രയുള്ളൂ, യേശുക്രിസ്തു ഇന്ന് വന്നാൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയൂ, പൈൻ ചിറകടിച്ച് ഞാൻ പറന്നുയരുമെന്ന്? അങ്ങനെ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സുവിശേഷ യോഗത്തിൻ്റെ അവസാന ദിവസം അതിനുവേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് ചിരിച്ചുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചേ. എല്ലാവരും ചിരിച്ചാൽ ആയുസ് കൂടും എന്നൊക്കെ പറയുന്നത് സന്തോഷത്തോടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ അല്ലെങ്കിൽ യേശുക്രിസ്തു ശിഷ്യന്മാരും ചോദിച്ചു, കർത്താവേ, നിൻ്റെ വരവിനും ലോക അവസാനത്തിനും ഉള്ള ടൈം, ആ സമയം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആ നാളും നാഴികയും പിതാവിനല്ലാതെ അതെനിക്ക് പോലും അറിയത്തില്ല. ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എത്രയോ വർഷമായി യേശുക്രിസ്തു വരുമെന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ അല്ലേ, എന്നിട്ടും വന്നില്ലല്ലോ, എന്നാ വരുന്നേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വേദപുസ്തകത്തിനകത്ത് പ്രധാനമായിട്ടും 2 വ്യക്തികളെ അല്ലെങ്കിൽ അവരുടെ കാലത്തുണ്ടായ സംഭവത്തെ എടുത്ത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മളിന്ന് രാത്രി വായിച്ചു, നോഹയുടെ കാലഘട്ടം പോലെ തന്നെ എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. 2, നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടു, ലോത്തിൻ്റെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ഇത് രണ്ടുമാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, ലോത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുവെങ്കിൽ അത് വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് രാത്രി അത് ഓരോന്നായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമത്, നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത് പ്രത്യേകത. ഈ കാലഘട്ടം എന്തിനെ വിളിച്ചറിയിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വിളിച്ചറിയിക്കുന്നു. അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത് പ്രത്യേകത 1-ാം വാക്യം വായിച്ചു കേൾക്കാം. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഒന്ന്, ഭൂമിയിൽ മനുഷ്യൻ
പെരുകിയ കാലഘട്ടം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭൂമിയിൽ മനുഷ്യൻ പെരുകിയ കാലഘട്ടം. ഈ കാലഘട്ടവും നാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു വ്യക്തിക്ക് തന്നെ 5 ഏക്കർ 10 ഏക്കർ 20 ഏക്കർ ഒക്കെ സ്ഥലമുള്ളവർ ഒരു പക്ഷേ ഇതിനകത്തും ഉണ്ടായിരിക്കും, അല്ലേ? ഇതിനകത്തുള്ള പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, ദേ കാണുന്ന ആ 5 ഏക്കറെല്ലാം ഞങ്ങളുടെ അപ്പൻ്റെ വകയായിരുന്നു, അപ്പൻ്റെ വകയായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരു പക്ഷേ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഈ ശബ്ദസീമയ്ക്കുള്ള അകത്തുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം അന്ന് ഒരു വ്യക്തിക്ക് തന്നെ, ഒരു കുടുംബത്തിന് തന്നെ 5-10 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയതുകൊണ്ട് ഒരു കുടുംബത്തിന് 5 സെന്റും 10 സെന്റും വസ്തുവിൽ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്, അല്ലേ? ഇപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ 5 സെന്റ് വസ്തു മാത്രമേ ഉള്ളൂ, അതും കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഫ്ലാറ്റുകളിൽ എന്ന് പറഞ്ഞാൽ 1 സെന്റ് വസ്തു 2 സെന്റ് വസ്തുവിലോ ഒതുങ്ങിയ ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ പെരുകുന്ന കാലഘട്ടം. ഇത് വിളിച്ചറിയിക്കുന്നത് നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ് ഭൂമിയിൽ മനുഷ്യൻ പെരുകിയ കാലഘട്ടം. ലോകത്തിൽ 680 കോടി ജനമുണ്ട്, ഇന്ത്യയിൽ 130 കോടി ജനമുണ്ട്. ഇന്ന് വസ്തുക്കൾ ഇതാ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം പണ്ടൊക്കെ സ്ത്രീധനമായിട്ടൊക്കെ വസ്തു കൊടുക്കുന്നത്, വിടിരിക്കുന്നവർക്കറിയാം, 1 ഏക്കർ വസ്തുവൊക്കെ സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് ഒരു മകൾക്കോ അല്ലെങ്കിൽ മകനോ കൊടുക്കുന്നത് 10 സെന്റ് വസ്തുവാണ്, അല്ലേ? അതുപോലും ഇല്ലാത്ത ആൾക്കാർ ഒരുപക്ഷെ ഇതിനകത്തുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ മനുഷ്യൻ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടവുമായി താരതമ്യം ചെയ്താൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. രണ്ടാമത്, അതിൻ്റെ 2ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അത് പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലഘട്ടമായിരുന്നു നോഹയപ്പച്ചന്റെ കാലഘട്ടം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് ഈ സുവിശേഷ യോഗത്തിന്റെ അവസാന ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒന്ന്, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നോഹയപ്പച്ചന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയ കാലഘട്ടം, പെരുകിയ കാലഘട്ടം. അതും ഈ കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണം ആയി നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്, ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലഘട്ടമായിരുന്നു നോഹയപ്പച്ചന്റെ കാലഘട്ടം. ഈ കാലഘട്ടവും നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭാരതവും മാറിക്കൊണ്ടിരിക്കുന്നതായി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നാം എടുത്ത് പരിശോധിച്ചാൽ, കേരള സംസ്ഥാനം നാം എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ തമിഴ്നാട് സംസ്ഥാനം നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ, ഈ 2024 നടന്ന പല സംഭവങ്ങൾ നാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്തിനേറെ പറയുന്നു, ഇവിടെയുള്ള പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, അന്ന് കല്യാണ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ പറയും കല്യാണം കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ആ പെണ്ണ് കാണാൻ വേണ്ടി പോകും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഈ പറയുന്നൊന്നും മനസ്സിലാകാത്തതുപോലെ. സ്തോത്രം, അല്ലേ? അപ്പോൾ ഒരു പെണ്ണ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ ഒന്നുമല്ല, ഒരു 4-5 ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി പോകും. അവസാനം ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തീരത്തില്ല, പിന്നെ ബന്ധുക്കളും ചാർച്ചക്കാരുമായിട്ട് വീണ്ടും പോകാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പ്രാവശ്യം പോയി, അല്ലേ? എല്ലാവരുടെയും, അല്ലെങ്കിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ എല്ലാവരെയൊക്കെ വിളിച്ചു കൂട്ടി നടന്ന കല്യാണങ്ങളായിരുന്നു പണ്ട് കാലങ്ങളിലും. ഇന്നും പല കല്യാണം അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ട്, കല്യാണം കഴിഞ്ഞ 40 വർഷമായവരിപ്പുണ്ട്, 50 വർഷമായവരിപ്പുണ്ട്, 25 വർഷമായവരിപ്പുണ്ട്. ഞാനും കല്യാണം കഴിഞ്ഞ് 22 വർഷമായി. ഹല്ലേലൂയ, ആമേ. അങ്ങനെ ദൈവഹിതപ്രകാരവും മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരവും കല്യാണം കഴിച്ചതുകൊണ്ട് എത്ര പ്രശ്നം വന്നാലും, കഷ്ടം വന്നാലും, ഞെരുക്കം വന്നാലും, ഹല്ലേലൂയ, അന്ത്യം വരെയും ആമേ നീ എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ ഭർത്താവാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ഇന്നും സന്തുഷ്ടമായി മുന്നോട്ട് പോകുന്ന ഒത്തിരി ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ആ ബോധിച്ചവരെ എന്ന് പറഞ്ഞാൽ ദൈവഹിതമില്ലാതെ, മാതാപിതാക്കളുടെ ഇഷ്ടമില്ലാതെ ബോധിച്ച
ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നു? 1 വർഷമാകുന്നതിന് മുൻപ് ഇന്ന് ഡൈവോഴ്സിന് വേണ്ടി കോടതികൾ കയറിയിറങ്ങുന്ന നവദമ്പതിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നുള്ള പല ചെറുപ്പക്കാരും കല്യാണം കഴിഞ്ഞ് 1 വർഷം 2 വർഷം 3 വർഷമാകുമ്പോൾ കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നു, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ബോധിച്ചവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വേറെ പല അവിഹിതങ്ങളിലേക്ക് ഏർപ്പെടുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിൽ പത്രങ്ങളുടെ താളുകൾ മറിച്ചു നോക്കുന്നുവെങ്കിൽ, ന്യൂസുകൾ കേൾക്കുന്നുവെങ്കിൽ, ഞാൻ പാർക്കുന്നതിനടുത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമുണ്ട്. ഒരു പ്രസിൽ, കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു പ്രസിൽ നടന്ന സംഭവമാണ്. അവിടെ ഒരു ചെറുപ്പക്കാരൻ ആ പ്രസിനകത്തേക്ക് പെട്രോളുമായിട്ട് കയറി വന്നു. അവൻ പെട്രോൾ ഒഴിച്ചു. അതിനകത്ത് അവൻ കരിക്കട്ടയായി മാറി. എന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കല്യാണം കഴിഞ്ഞവൻ 2 മക്കളുണ്ട്. ആ പ്രസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി അവൻ പ്രേമത്തിലായിരുന്നു. ആ പെൺകുട്ടിയും കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുള്ള അമ്മയാ. ശ്രദ്ധിച്ചോണേ, ഈ കാലഘട്ടത്തിന്റെ പോക്കെന്ന് പറയുന്നത്. അവനൊരു അപ്പനാ, 2 മക്കളുടെ അപ്പനാണ്. ആ പെൺകുട്ടിയും 2 മക്കളുടെ അമ്മയാണ്. അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു. ചില ദിവസങ്ങളായിട്ട് അവൾ മറ്റൊരുവനെ എന്ത് ചെയ്യുക, ഇവനെ കളഞ്ഞിട്ട് മറ്റൊരുവനെ പ്രേമിക്കുന്നു എന്നുള്ളത് ഇവൻ അറിഞ്ഞിട്ട് അവളെയും കൊന്ന് ഞാനും ചാകണമെന്നുള്ള രീതിയിലാ അവൻ അതിനകത്തേക്ക് പെട്രോളുമായിട്ട് കടന്നു വന്നു. അവൻ അവളുടെ മുൻപിൽ പെട്രോൾ എടുത്ത് ദേഹത്തൊഴിച്ചു. പക്ഷെ അവൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു. അവൻ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു. അവൻ്റെ ഭാര്യയും മക്കളും അനാഥരായി ആയില്ലേ? ഇതെന്തിനെ വിളിച്ചറിയിക്കുന്നു? ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലഘട്ടമായിരുന്നു നോഗാപ്പച്ചന്റെ കാലഘട്ടം. ഇന്നും നാം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഭിമാനത്തോടെ പറയുന്ന കേരള സംസ്ഥാനം നാം എടുത്തു നോക്കിയാൽ പോലും 100 കണക്കിന് സംഭവങ്ങളാണ് ഓരോ ദിവസങ്ങളിലും നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഇത് വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. കരമുയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് നന്നായിട്ട് ഹല്ലേലൂയ. എന്തിനേറെ പറയുന്നു, ഇന്ന് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര മാസം നീ എൻ്റെ ഭാര്യയായിരിക്കണം, ഇത്ര മാസം നീ എൻ്റെ ഭർത്താവായിരിക്കണം എന്ന് പറഞ്ഞ് ലിവിങ് ടുഗദർ ആയിട്ട് കഴിയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. ഇതൊന്നും പണ്ടില്ലായിരുന്നു, ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ പണ്ട് ഗോവയിലും മറ്റ് സ്ഥലങ്ങളിലും കേട്ടുകൊണ്ടിരുന്നൊരു വാർത്തയായിരുന്നു ഭാര്യമാരെ വിൽക്കുന്ന കാലഘട്ടം. പക്ഷേ ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും നാം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭാര്യമാരെ കച്ചവട ചരക്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ, ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കാനല്ല, ദൈവമക്കൾ നിവർന്ന് തലപൊക്കണം, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. ഇതൊക്കെ കണ്ടിട്ട് കാണാത്ത പോലെ എന്തൊരു സംഭവമാണ് ലോകത്ത് നടക്കുന്നു എന്ന് ആമേ കണ്ണുമിടിച്ച് നിൽക്കാനല്ല, ഇതൊക്കെ കാണുമ്പോൾ ഉടനെ പറയണം, ഇത് വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ലക്ഷണമാണ് ആമേ ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യന്റെ സ്വഭാവത്തിൽ കാണുന്നത്. ഇത് കാണുമ്പോൾ നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. 3ാമത്തെ പ്രത്യേകത അതിന്റെ 3ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 3ാമത്തെ വാക്യത്തിൽ അവിടെ എങ്ങനെ കാണുന്നു? അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ശ്രദ്ധിച്ചോണേ, 3ാമത് പ്രത്യേകത മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം വെട്ടിക്കുറച്ച എന്ന് പറഞ്ഞാൽ 120 ആക്കിയ ഒരു കാലഘട്ടമായിരുന്നു നോഹപ്പച്ചന്റെ കാലഘട്ടം. ഹല്ലേലൂയ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചൊരു വ്യക്തിയുണ്ട്. ഒന്ന് പറഞ്ഞേ, ആരാണ്? മെഥുശലഹ്. 969 വർഷം അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ചു. അതിനുശേഷം മനുഷ്യൻ്റെ ആയുസ് കുറയാൻ തുടങ്ങി. ഈ നോഹപ്പച്ചൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ ദൈവം പറയുകയാണ്, ഇനി മനുഷ്യൻ്റെ ആയുസ് 900 ഒന്നും പോകത്തില്ല, 800 ഒന്നും പോകത്തില്ല, 120 ആക്കി ഞാൻ വെട്ടിക്കുറയ്ക്കുകയാണ്. ഈ കാലഘട്ടവും നാം എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മരണ വീടുകളിലൊക്കെ വായിക്കുന്നൊരു സങ്കീർത്തനമുണ്ട്. ഏത് സങ്കീർത്തനമാണ്? 90-ാം സങ്കീർത്തനം അല്ലേ? 90-ാം സങ്കീർത്തനത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. ഇത് കേൾക്കുമ്പോൾ 50 വയസ്സുള്ളവർക്ക് ഒരു ചെറിയ സന്തോഷം, കാരണം 30 വർഷം കൂടി ജീവിക്കാമല്ലോ.
40 വയസ്സുള്ളവർക്ക് അതിനേക്കാൾ സന്തോഷം, 40 വർഷം കൊണ്ട് ജീവിക്കാമല്ലോ. പക്ഷേ അതിൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ വായിച്ചാൽ അത് മോശയുടെ കാലഘട്ടമാണ്, അല്ലേ? അവിടെ എഴുതിയിട്ടില്ലേ, അത് മോശ എഴുതിയ സങ്കീർത്തനമാണ്, 90-ാം സങ്കീർത്തനം. അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം വീണ്ടും ചുരുക്കിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പണ്ടൊക്കെ ഈ മരണത്തിനൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു. മരണത്തിന് എന്തുണ്ടായിരുന്നു? ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായമുള്ള വ്യക്തിയെ ആദ്യം മരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത് പാസ്പോർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇന്നയാളാണ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവരെ നോക്കി നമ്മൾ പറയാറുണ്ട് അവരാണ് ആദ്യം മരിക്കുന്നതെന്ന്. ഇതാണ് പണ്ട്. പക്ഷേ ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചാൽ അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന കാലഘട്ടം, അപ്പച്ചനും അമ്മച്ചിയും ജീവനോടിരിക്കുമ്പോൾ കൊച്ചുമക്കൾ മരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ അർത്ഥം മരണത്തിൻ്റെ ടൈമിങ് വരെ ഈ 2025 2026 നാം എടുത്ത് പരിശോധിക്കുമ്പോൾ മരണത്തിൻ്റെ ടൈമിങ് പോലും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വിളിച്ചറിയിക്കുന്നത് നോഹയുടെ കാലഘട്ടമാണ്. നോഹയുടെ കാലഘട്ടത്തിൻ്റെ 3ാമത് പ്രത്യേകത മനുഷ്യൻ്റെ ആയുസ്സിനെ ദൈവം വെട്ടിച്ചുരുക്കിയ കാലഘട്ടമാണ്. ഈ കാലഘട്ടം നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആയുസ് ആവി പോലെ, നിഴൽ പോലെ, രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെ, പൂ പോലെ, രാവിലെ ടാറ്റ പറഞ്ഞ്, ഇന്ന് രാവിലെ ടാറ്റ പറഞ്ഞ് ഭവനത്തിൽ നിന്നും യാത്ര തിരിച്ച എത്രയോ പ്രിയപ്പെട്ടവർ ഈ സന്ധ്യയെങ്കിൽ ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങിയപ്പോൾ, എത്രയോ പ്രിയപ്പെട്ടവർ മോർച്ചറിക്കുള്ളിൽ ഒതുങ്ങിയപ്പോൾ, ഇന്ന് രാത്രി ആരോഗ്യത്തോടും ജീവനോടും ഒരു രാത്രി കൂടെ ശേഷിച്ചത് നമ്മുടെ കഴിവോ മിടുക്കോ വിദ്യാഭ്യാസമോ കുടുംബ മഹിമയോ ഒന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉള്ളതുകൊണ്ട് ഒരു രാത്രി കൂടെ കർത്താവ് നമ്മെ കാണുവാൻ ശേഷിപ്പിച്ചു എങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി എത്ര പേർ കർത്താവിന് മഹത്വം അർപ്പിക്കും? എത്ര പേർ കർത്താവിന് സ്തോത്രം അർപ്പിക്കൂ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാലേ എൻ്റെ ഈ കരം ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാലേ എൻ്റെ ഈ കാല് ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാലേ എൻ്റെ ആധരം ചലിക്കൂ, അടുത്ത നിമിഷം ദൈവം അനുവദിച്ചാലേ പ്രിയ സ്നേഹിത ഈ ലോകത്തിൽ നീ ജീവനോട് ഉണ്ടാകത്തുള്ളൂ. ഒരുപക്ഷെ ഇത് അവസാനത്തെ മീറ്റിംഗ് ആയിരിക്കാം, ഒരുപക്ഷെ ഇന്ന് രാത്രി ആമേൻ അടുത്ത മരണം വഴിയായി ലോകം വിട്ട് പോകുന്നത് ഒരുപക്ഷെ നമ്മളായിരിക്കാം. ഹല്ലേലൂയ. നാം കയ്യിൽ കെട്ടുന്ന വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്, നാം ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീന് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരായി കസയിലിരിക്കുന്നവരും ഈ പ്രസംഗിക്കുന്ന ഞാനോ പ്രിയ സ്നേഹിത നാളെ രാവിലെ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അടുത്ത നിമിഷം ഈ ആരോഗ്യം ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത നിമിഷം ഈ കേൾവി ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത നിമിഷം ഈ കാഴ്ച ഉണ്ടാകുമോ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത നിമിഷം ഈ ബുദ്ധി ഉണ്ടാകുമോ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു പക്ഷേ മന്ദബുദ്ധിയായി മാറാം. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ളപ്പോൾ, ഈ ബലമുള്ളപ്പോൾ, ഈ കരുത്തുള്ളപ്പോൾ എത്രത്തോളം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാമോ, എത്രത്തോളം ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങാമോ, എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ, എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കാമോ, അതനുസരിച്ച് മാത്രമേ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കുമ്പോൾ പൈൻ ചിറകടിച്ച് പറന്നുയരണമെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. ഹല്ലേലൂയ. ഈ ജനറൽ കൺവെൻഷൻ വെറുതെ ഒന്നല്ല വെച്ചിരിക്കുന്നത്. ഈ കൺവെൻഷൻ മുഖാന്തരം കുറെ രോഗികൾ സൗഖ്യമാകണമെന്നോ, വീടില്ലാത്ത കുറച്ച് പേർക്ക് വീട് കിട്ടണമെന്നോ, ഭൗതികമായിട്ടുള്ള ഇങ്ങനെ കുറെ അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെയോ ഇതിനകത്തും ഈ കേൾവിക്കാരായിരിക്കുന്നവരും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണം. ആരും നശിച്ചു പോകരുത്, ആരും നരകത്തിൽ പോകരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്ത നിവർത്തി താമസിക്കുന്നതിന്റെ കാരണം ഈ ദേശത്തിൽ ചില വ്യക്തികൾ കൂടെ മാനസാന്തരപ്പെടണം. അതാണ് ഈ ജനറൽ കൺവെൻഷൻ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ സംഘാടകരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വിഷയം എടുത്ത് ഇവിടെ പ്രസംഗിക്കുന്നത്. നാളെ ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഇനി ആർക്കും പറയാൻ പറ്റില്ല. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഇനി ആർക്കും പറയാൻ പറ്റില്ല. ഒന്ന് നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകൂ. ഒന്നാമത് നോഹയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഭൂമിയിൽ മനുഷ്യൻ പെരുകിയ കാലഘട്ടം. രണ്ടാമത് ബോധിച്ചവരെ ഭാര്യമാരായി സ്വീകരിക്കുന്ന കാലഘട്ടം. മൂന്നാമത് ദൈവം ആയുസ് വെട്ടി കുറച്ച കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടം. ഈ കാലഘട്ടവും അതാണ്. നമുക്ക് എത്ര നാൾ ഈ ലോകത്തിൽ ജീവനോടുണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ളപ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. 4ാമത് പ്രത്യേകത അതിന്റെ 5ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും. 4 ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത പെരുകിയ കാലഘട്ടം. ഹല്ലേലൂയ. ഈ കാലഘട്ടവും നാം എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ ദുഷ്ടത
പെരുകിയ കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ പറയുക, ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത് സന്തോഷിപ്പിക്കുന്ന വാർത്തകളൊന്നുമല്ല. പീഡനങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും കൊലപാതകന്മാരും അല്ലേ, ഇന്നത്തെ തലമുറകൾ നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത തലമുറകൾ, ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. സ്വന്തം മകനെ ചോറ് കഴിക്കാൻ അമ്മയ്ക്ക് വിളിക്കാൻ പേടിയാ. ഒരു പ്രാവശ്യം മോനെ ചോറ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് രണ്ടാമത് വിളിക്കാൻ പേടിയ കാരണം അവൻ അടുത്ത് വരുന്നത് വടിവാളുമായിട്ടായിരിക്കാം വരുന്നത്. സ്വന്തം അപ്പന് സ്വന്തം മകനോട് സംസാരിപ്പാൻ പേടിയുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. സ്വന്തം കുഞ്ഞ്, ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ കഞ്ചാവിനും മറ്റ് പല ലഹരികൾക്കും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ലഹരിയുടെ കാര്യം മാത്രമല്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ 2026 നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കാലഘട്ടമായി കാലഘട്ടം. അതിൻ്റെ അർത്ഥം പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നവർ പ്രായമുള്ളവരാ, ഇന്നത്തെ കൊച്ചുകുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഹല്ലേലൂയ. സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന തലമുറകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. തൃശ്ശൂരിൽ 75 വയസ്സുള്ള ഒരു മാതാവിനെ ആ മകളും 45 വയസ്സുള്ള മകളും 25 വയസ്സുള്ള തൊട്ടടുത്തുള്ള കാമുകനും കൂടെ ചേർന്ന് സ്വർണ്ണ ആഭരണങ്ങൾക്ക് വേണ്ടി സ്വന്തം അമ്മയെ തള്ളിയിട്ട് കൊന്നിട്ട് പോലീസിനോട് അമ്മ ഇതാ വീണ് മരിച്ചുപോയെന്ന് പറഞ്ഞ് പിന്നത്തിൽ ആ കേസ് തെളിഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വന്തം ഏക മകളാ, സ്വന്തം അമ്മയുടെ സ്വർണ്ണാഭരണം ലഭിക്കേണ്ടതിന് കാമുകനുമായി ചേർന്ന് അമ്മയെ തള്ളിയിട്ട് കൊല്ലുന്ന മകൾ ഇതാ കേരളത്തിൽ. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയ്ക്ക് സമീപം നമ്മൾ കേട്ട വാർത്തയാണ്, സ്വന്തം അച്ഛനെ വെട്ടുകത്തി കൊണ്ട് പല കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കേട്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂടിന് സമീപം അഭാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ 5 പേരെ വെട്ടി വീഴ്ത്തിയത് അല്ലെങ്കിൽ ആ ചുറ്റിയെ കൊണ്ട് അടിച്ചു കൊന്ന വാർത്ത നമ്മൾ കേട്ടതാണ്. ഓരോ ദിവസങ്ങളിലും ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അക്രമങ്ങളും ആരാ? പ്രായമുള്ളവരല്ല ചെയ്യുന്നത്. ഇന്നത്തെ തലമുറകൾ, ചെറുപ്പക്കാർ സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരിയെയും അല്ലെങ്കിൽ കൂടപ്പിറപ്പിനെയും അവൻ്റെ അനിയനെ പോലും അവന് ബിരിയാണി മേടിച്ചുകൊണ്ട് വരാൻ വിട്ടു. അവൻ മേടിച്ചുകൊണ്ട് വരുന്ന എന്തിനാണെന്നറിയാമോ? ചേട്ടനുമായിട്ട് ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞ് അവൻ അനിയൻ ഇതാ സ്നേഹത്തോടെ ചേട്ടൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴാ ചുറ്റിയെ കൊണ്ട് അവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി അവനെയും കൊന്നുകളഞ്ഞത്. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് മനുഷ്യൻ ദുഷ്ടന്മാരായി. അതാണ് ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അനേക പെൺകുട്ടികൾ പീഡനങ്ങൾക്കിരയായി മാറിക്കൊണ്ടിരിക്കുന്നു. അനേക മാതാപിതാക്കളും സഹോദരങ്ങളും കത്തിമുനയുടെ പിടിയിൽ അവർ അമർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തെ വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ലക്ഷണമാ. അതാ നോഗയുടെ കാലഘട്ടം വിളിച്ചറിയിക്കുന്നത് മനുഷ്യന്റെ ദുഷ്ടത ദൈവസന്നിധിയിലെത്തിയ കാലഘട്ടം, മനുഷ്യന്റെ ദുഷ്ടത പെരുകിയ കാലഘട്ടം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്നത്, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്? പ്രേമത്തിൻ്റെ പേരിൽ ഇതാ കാമുകി തന്നെ കാമുകനെ ജ്യൂസിൽ വിഷം ചേർത്ത് കൊന്നുകളയുന്ന കാലഘട്ടം, കാമുകിയെ പെട്രോളുമായി കടന്നു വന്ന് കത്തിച്ചു കൊല്ലുന്ന കാലഘട്ടം അല്ലേ? ഇതൊക്കെ ഇതാ ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത്, ഇതാ ഇന്നത്തെ പ്രേമം എന്ന് പറയുന്നത്. പണ്ടൊക്കെ പ്രണയിച്ചിട്ടുള്ള ഒത്തിരി അപ്പച്ചന്മാർ അമ്മച്ചിമാരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. അതൊക്കെ പരിശുദ്ധ പ്രണയങ്ങളായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പേരിൽ ഇന്ന് കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു, ദുഷ്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. ആരെയും ആർക്കും വിശ്വസിപ്പാൻ കഴിയാത്ത ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം വീടിനകത്തുള്ളവരെ പോലും അയൽവക്കക്കാരെ പോലും വിശ്വസിപ്പാൻ കഴിയാതെയുള്ള ഒരു കാലഘട്ടം. ഈ കാലഘട്ടം വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ്.
മനുഷ്യന്റെ ദുഷ്ടത പെരുകിയ കാലം. അഞ്ചാമത് പ്രത്യേകത അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ആ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, വേഗം വായിച്ചേ. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ശ്രദ്ധിച്ചേ, നോഗയുടെ കാലഘട്ടത്തിന്റെ 6-ാമത് പ്രത്യേകത, ദൈവം ദുഃഖിച്ച കാലഘട്ടം, ദൈവത്തിന് വിഷമമുണ്ടായ കാലഘട്ടം. പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ സ്വഭാവത്തെ സർവശക്തനായ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമല്ല ഉണ്ടാകുന്നത്, ദൈവത്തിന് ദുഃഖമാണ് ഉണ്ടാകുന്നത്. ഈ ജനറൽ കൺവെൻഷന്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ, അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ, ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരോടും ഈ ശബ്ദ സീമയ്ക്കുള്ളിൽ കേൾക്കുന്നവരോടും ഈ ലൈവിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ചോദിച്ചിട്ട്, നാം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവരാണോ? നാം ദൈവത്തെ സങ്കടം കൊടുക്കുന്നവരാണോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? ദൈവത്തിന് ആനന്ദം നൽകുന്നവരാണോ? ദൈവം വിളിച്ചൊത്തവണ്ണം ദൈവത്തിന് പ്രയോജനമുള്ള മകനായി മകളായി നാം ജീവിക്കുന്നവരാണോ? അവരവർ ശോധന ചെയ്യണം. 2026 നാം കാലുകുത്തിയിരിക്കുകയാണ്. ഒരു ഭാഗം രക്ഷിക്കപ്പെടാത്തവർ, ഒരു ഭാഗം ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ അറിഞ്ഞവർ, മാനസാന്തരപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയുക, നമ്മൾ മുഖാന്തരം ഒരിക്കൽ പോലും ദൈവത്തിന് ദുഃഖമുണ്ടാകരുത്. നാം പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരണം, ആരാധന ജീവിതത്തിലേക്ക് മടങ്ങി വരണം, വേദപുസ്തക വായനയിലേക്ക് തിരിച്ചു വരണം. ക്രിസ്ത്യാനി എന്ന് പേര് മാത്രം കൊണ്ട് ജീവിക്കാതെ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്ന ഒരു ദൈവ പൈതലായി നമ്മൾ മാറണം. ഇന്ന് പലപ്പോഴും പല ആൾക്കാരോടും ചോദിക്കാറുണ്ട്, ഇന്ന് ബൈബിൾ വായിച്ചോ? അതെ, ബൈബിൾ വായിച്ചു. ഏതാ വായിച്ചേ? സങ്കീർത്തനം. ഇന്നലെ ബൈബിൾ വായിച്ചോ? അതെ, ബൈബിൾ വായിച്ചു. ഏതാ വായിച്ചേ? സങ്കീർത്തനം. മെനഞ്ഞാന്ന് ബൈബിൾ വായിച്ചോ? അതേ, വായിച്ചു. എന്താ വായിച്ച? സങ്കീർത്തനം. ജനിച്ച സങ്കീർത്തനം, കുറ്റിവയ്ക്കാൻ സങ്കീർത്തനം, കല്ലിടാൻ സങ്കീർത്തനം, വാനം തോണ്ടാൻ സങ്കീർത്തനം, കട്ടള വയ്ക്കാൻ സങ്കീർത്തനം. അല്ലേ? സ്തോത്രം. നിങ്ങൾ പിന്നെ അമേരിക്കയിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയവരായതുകൊണ്ട് അതൊന്നും കേട്ടില്ലായിരിക്കും. പല ആൾക്കാരുടെ ബൈബിളിൽ സങ്കീർത്തനം മാത്രം ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട്, ലേഖനങ്ങളെല്ലാം ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്, സുവിശേഷമെല്ലാം ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ട്. ഇന്ന് രാത്രി 2026 കാലുകുത്തിയിരിക്കുന്ന എന്നെ നിങ്ങളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഇതൊരു ജനറൽ കൺവെൻഷനാണ്. ഇതിനകത്ത് ഒത്തിരി ദൈവമക്കൾ കൂടിയിരിക്കുന്ന മീറ്റിംഗ് ആണ്. ഇന്ന് രാത്രി തീരുമാനത്തോടുകൂടെ മാത്രമേ ഈ വർഷത്തെ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങിപ്പോകാവൂ. എല്ലാ ദിവസവും ഒരു ലേഖനം വായിപ്പാൻ, സദൃശ്യവാക്യം വായിക്കുവാൻ, വെളിപ്പാട് പുസ്തകം വായിക്കുവാൻ, വേദപുസ്തകത്തിന്റെ ജ്ഞാനം ഗ്രഹിപ്പാൻ നമ്മൾ തയ്യാറാകണം. സമയം വേർതിരിച്ച് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. പ്രഭാത പ്രാർത്ഥന എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം. എല്ലാ വീടുകളിലും സന്ധ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ദുഃഖിപ്പിക്കുന്നവരാകരുത്. നമ്മുടെ ഭവനത്തിനകത്ത് ദൈവത്തിന് ദുഃഖമുണ്ടാകുന്ന ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് ദുഃഖമുണ്ടാകുന്നത് ഒന്നും ഉണ്ടാകരുത്. ഈ കാലഘട്ടത്തിൽ പലരും ദൈവകൃപയിൽ നിന്നവർ ദൈവകൃപ വിട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുൻപന്മാർ പിൻപന്മാരും, പിൻപന്മാർ മുൻപന്മാരുമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ അർത്ഥം ഇത് വിളിച്ചറിയിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണമാണ്. നോഗയുടെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ദൈവത്തിന് ഏറ്റവും അധികം ദുഃഖമുണ്ടായ കാലഘട്ടം, മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദപിച്ച കാലഘട്ടം. അപ്പോൾ തന്നെ അതിന് 6-ാമത് പ്രത്യേകത, അതിനകത്തും കൃപയുള്ള ദൈവം കൃപയാൽ നിറച്ച ഒരുത്തനുണ്ടായിരുന്നു. അതാണ് ആ വാക്യത്തിൽ കാണുന്നത്. എങ്ങനെയാണ്? അടുത്ത വാക്യത്തിലേക്ക് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മതി. അതിന്റെ താഴോട്ട് വാക്യങ്ങളോട് കാണുന്നത് എങ്ങനെയാണ്? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലല്ലേ പറഞ്ഞേ? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എത്ര വാക്യം? 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യന്റെ സ്വഭാവങ്ങളായിരുന്നുവെങ്കിൽ, ആ ദേശത്തിലെ ആ സ്ഥലത്തെ ജനത്തിന്റെ സ്വഭാവമായിരുന്നുവെങ്കിൽ അതൊന്നുമില്ലാത്ത ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു, നോഗ. ഹല്ലേലൂയ. ആ നോഗയുടെ പ്രത്യേകത, അവന് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ 2026 ഈ ജനറൽ കൺവെൻഷനിൽ വന്നിരിക്കുന്ന ഈ ശബ്ദസീമയ്ക്കുള്ളിൽ കേൾക്കുന്ന ഓരോ ദൈവ മക്കളോടും ദൈവത്തിന്റെ ആത്മാ
ആത്മാവിൽ ദൈവത്തിന് പറയാനായിട്ടുള്ള ദൂതത. ആമേ സമൂഹത്തെ നീ നോക്കരുത്, ആമേ ദേശത്തെ നീ നോക്കരുത്. ആമേ ദേശത്തിൽ ജനം ആമേ ദൈവഹിതമില്ലാതെ ആമേ ദുഷ്ടന്മാരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേ ദൈവത്തെ അവർ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ ഇതിനിടയിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നോഗാപ്പച്ചനെ പോലെ ആ കാലഘട്ടത്തിൽ നോഗയെ ദൈവം വേർതിരിച്ചതുപോലെ, ആ നോഗയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ, ഇന്ന് രാത്രി ഇതിനകത്ത് എത്ര പേർ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുള്ളവന് മാത്രമേ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കൃപയുള്ളവർ മാത്രമേ ഈ കാലഘട്ടത്തെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലും ഒരുത്തന്റെ മേൽ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് പകരുക. എന്തിനാ കൃപ പകരുന്നതെന്നറിയാമോ? ഇന്ന് രാത്രി ദൂത് ഏറ്റെടുത്തോണം. 2026 നിന്നെ കൊണ്ട് ചിലത് കർത്താവ് പണിയിപ്പിക്കാൻ പോകുക. എത്ര പേർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കൂ? ദൈവമേ, ഈ കാലഘട്ടം ചുറ്റും അനിഷ്ട ദൈവഹിതമില്ലാത്തത് നടക്കുമ്പോൾ, ആമേ ചുറ്റും ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്ന, ആമേ ദൈവത്തിന്റെ കൃപ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ ദൈവം ചിലത് നമ്മിൽ കൂടെ പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. നോഗപ്പച്ചന് ദൈവം കൃപ പകരുക മാത്രമല്ല, നോഗയോട് ദൈവം പറയുക, നോഗയെ, ഈ ലോകം മുഴുവനും ഞാൻ ജലപ്രളയത്താൽ നശിപ്പിക്കാൻ പോകുകയാണ്. ഈ മനുഷ്യന്റെ ദുഷ്ടത എൻ്റെ അടുക്കൽ എനിക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കതുകൊണ്ട് ദുഃഖമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ജനത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കണം. ഗോഫർ മരം കൊണ്ട് നീ ആ ഒരു മനോഹരമായ പെട്ടകമുണ്ടാക്കണം. അതിൻ്റെ അളവെല്ലാം ദൈവം നോഗയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 300 മുഴം നീളത്തിൽ, 50 മുഴം വീതിയിൽ, 30 മുഴം ഉയരത്തിൽ ദൈവം പറഞ്ഞ പ്ലാനിൽ ഇതാ അതേ തട്ടുകളൊക്കെ വെച്ച്, അതേ രീതിയിൽ കിളിവാതിലുകളൊക്കെ പിടിപ്പിച്ച്, മനോഹരമായ ഇന്നത്തെ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എത്ര വലിപ്പമുണ്ടോ അത്രയും വലിപ്പമുള്ള ഒരു പെട്ടകം നോഗാപ്പച്ചനുണ്ടാക്കി. സ്തോത്രം. ഈ പെട്ടകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഈ പെട്ടകം എന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ വീട്ടിലെ കോഴിക്കൂടാണ് ഓർക്കുന്നത്. അതൊന്നുമല്ല പെട്ടകം. പെട്ടകം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എത്ര വലിപ്പമുണ്ടോ ഇതിനേക്കാളും വലുതാ. ആമ ഈ ഗ്രൗണ്ടിനേക്കാളും വലിപ്പമുള്ള പെട്ടകം, ആമ കപ്പല ഉണ്ടാക്കാൻ അന്ന് വരെ കപ്പൽ കണ്ടിട്ടില്ല, അന്ന് വരെ ആശാരിപ്പണി ചെയ്തിട്ടില്ല, അന്ന് വരെ ഇതൊന്നും ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്ത നോഗാപ്പച്ചനോട് പറയുക, ഇത്രയും വലിയൊരു പെട്ടകം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഒരു ദൂത് പറയാൻ പോകുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ പകർന്നാൽ നീ പോലും പ്രതീക്ഷിക്കാത്തത് നിന്നിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നീ പോലും പ്രതീക്ഷിക്കാത്തത്, നീ പോലും ആഗ്രഹിക്കാത്തത് നിന്നിൽ കൂടെ കർത്താവ് 2026 സമൂഹത്തെ ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുക. അതുവരെ പെട്ടകമുണ്ടാക്കിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ, അതുവരെയും ഈ കപ്പൽ കണ്ടിട്ടില്ലാത്തവൻ, അതുവരെയും ബോട്ട് കണ്ടിട്ടില്ലാത്തവൻ, അവനോട് ദൈവം പറയുക, നീ ഇന്ന പ്ലാനിൽ പെട്ടകമുണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഈ ഗ്രൗണ്ടിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു പെട്ടകം ഉണ്ടാക്കണമെങ്കിൽ തന്നെ എത്ര ഗോഫർ മരം വേണമെന്നറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും ഗോഫർ മരം, ഒരു 1000 ഗോഫർ മരമൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വലിപ്പമുള്ളൊരു പെട്ടകം ഈ പറഞ്ഞ പ്ലാനിൽ ഉണ്ടാക്കുമായിരിക്കാം. അല്ലേ? അപ്പോൾ 1000 അല്ല, 10,000 ഗോഫർ മരം വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മരം മുറിക്കുന്ന ആരെങ്കിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ടാകും. മരം മുറിക്കുന്ന ഒരാളിനെ നമ്മൾ വീട്ടിൽ ഒരു പ്ലാവ് നിൽപ്പുണ്ട്, ഒന്ന് വരണേ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരം മുറിക്കുന്നയാൾ വീട്ടിൽ വരും. അപ്പോൾ നമ്മളോട് ചോദിക്കും, എവിടെയാണ് പ്ലാവ് നിൽക്കുന്നത്? നമ്മൾ പറയും, ദേ ആ വല സൈഡിൽ നിൽക്കുന്ന പ്ലാവാണെന്ന് പറയും. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശബ്ദം കേൾക്കും, ഇല്ലേ? കേൾക്കത്തില്ലേ? നമ്മൾ കാപ്പി കുടിച്ച് തിരിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ കവരങ്ങളെല്ലാം താഴെ വീഴും. ചില മണിക്കൂറുകൾ കൊണ്ട് ആ പ്ലാവ് താഴെ വീഴും. അത് ഈ കാലഘട്ടം. നമ്മുടെയൊക്കെ ചെറിയ നാളിൽ മിഷ്യൻ വാള സംവിധാനമൊന്നുമില്ല. 2-3 ദിവസം കൊണ്ടാണ് ഒരു മരം മുറിക്കുന്നത്. അല്ലേ? ഇന്നാണെങ്കിൽ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള കാതലെല്ലാം ഉരുപ്പിടികളെല്ലാം ഒരു മില്ലിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചില മണിക്കൂറുകൾ കൊണ്ട് അത് പലകയാക്കി കിട്ടും, നല്ല ഫിനിഷിംഗ് ആക്കി കിട്ടും. പക്ഷേ നമ്മുടെ ചെറിയ നാളിൽ അങ്ങനെയൊന്നുമല്ല. പലക ഒരു ആശാരിയെ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച വരെ ഇരുന്ന് ഒരച്ചില ചീവല. നിങ്ങൾ കണ്ടില്ലായിരിക്കും.
സ്തോത്രം. ഇന്ന് കോളേജ് കുമാരന്മാരെ പോലെയാണ് ആശാരി വീട്ടിൽ വരുന്നത് എന്ന് പറയും, മിഷൻ കൊണ്ടാണ് വരുന്നത്. അന്ന് മിഷൻ സംവിധാനമില്ല. അങ്ങനെയെങ്കിൽ നോഗ അപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ ആ യന്ത്രവും ഇല്ല. അത്രയും പലകകളൊന്ന് ചീകി, അല്ലെങ്കിൽ ഈ മരം ഒന്ന് മുറിച്ച്, അല്ലെങ്കിൽ ഇത് ഒന്ന് പലകയാകണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിസാര മാസങ്ങളും വർഷങ്ങൾ എടുത്ത് കാണും ഇത്രയും വലിയ പെട്ടകം ഉണ്ടാക്കാൻ. സ്തോത്രം, സ്തോത്രം. പെട്ടകം ഉണ്ടാക്കിയപ്പോഴും 120 വർഷം പ്രസംഗിച്ചെന്നൊക്കെ പറയുന്നത്. നോഗ അപ്പച്ചനോട് നമുക്ക് ചോദിക്കാം, അപ്പച്ചാ ഈ 120 വർഷം പ്രസംഗിച്ചിട്ടും നാട്ടിൽ നിന്ന് ആരെങ്കിലും പെട്ടകത്തിനകത്ത് കയറിയോ എന്ന് ചോദിച്ചാൽ നോഗ അപ്പച്ചൻ തിരിച്ചു പറയുന്നൊരു മറുപടിയുണ്ട്. എടാ, നാട്ടിൽ നിന്നും ആരും പെട്ടകത്തിനകത്ത് കയറിയില്ലെങ്കിലും വീട്ടിനകത്തുള്ള 8 പേരും പെട്ടകത്തിനകത്ത് കയറി. ഹല്ലേലൂയ. ഈ സുവിശേഷ യോഗം മുഖാന്തരം, ഈ 2026 ജനറൽ കൺവെൻഷൻ മുഖാന്തരം ഇന്ന് രാത്രി കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ മാനസാന്തരപ്പെടാൻ വേണ്ടി നാളുകളായിട്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്ന ഒരു ദൂത, നാട്ടിലുള്ള ആര് ഈ പെട്ടകത്തിനകത്ത് കയറിയില്ലെങ്കിലും ഹല്ലേലൂയ, വീട്ടിനകത്തുള്ള നിന്റെ ഭർത്താവ്, വീട്ടിനകത്തുള്ള നിന്റെ ഭാര്യ, വീട്ടിനകത്തുള്ള നിന്റെ മക്കൾ, വീടിനകത്തുള്ള നിന്റെ സഹോദരങ്ങൾ ഈ യേശു ക്രിസ്തുവാകുന്ന രക്ഷയാകുന്ന ഈ പെട്ടകത്തിന്റെ അകത്ത് 2026 കയറുമെന്നുള്ളത് അത് ഉറപ്പാ. അത് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവൻ അങ്ങോട്ട് പണി തുടങ്ങി. പെട്ടകത്തിന്റെ പണി അവസാനിച്ചു. ആമേ, ദൈവം പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ നോഗയുടെ വാക്ക് കേട്ട് മൃഗങ്ങളും പർവ്വജാതികളും ഒക്കെ അങ്ങ് കയറി. പക്ഷെ മനുഷ്യൻ കയറിയില്ല. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിന്റെ അടുത്ത പ്രത്യേകത പരിഹാസികൾ എന്ന് പറഞ്ഞാൽ അവൻ ഭ്രാന്തനാണ്. ഇതുവരെ വെള്ളപ്പൊക്കം ഞങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ ഞങ്ങൾ പ്രകൃതിക്ഷോഭം കണ്ടിട്ടില്ല. ഇതുപോലെ പ്രിയ സ്നേഹിത, ആ മൈക്ക് കെട്ടി വെച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ യേശു രണ്ടാമത് വരാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് ഉമ്മാക്കി കഥകളാണ്, ഇത് വയറ്റിപ്പിഴപ്പിന്റെ മാർഗമാണ്, ഇത് അമേരിക്കയിൽ നിന്നുള്ള ഏതൊക്കെ പണമൊക്കെ വന്നിട്ട് ഇവർ വെറുതെ ഇങ്ങനെ തൊണ്ട കയറി വിളിക്കുന്നതാണ്. ഈ ലോകം അന്ന് പ്രകൃതി വെള്ളപ്പൊക്കത്താൽ ലോകം നശിച്ചുവെങ്കിൽ ഈ ലോകം തീക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഇതൊക്കെ ഉമ്മാക്കി കഥയാണെന്ന് പറഞ്ഞ് പ്രിയ സ്നേഹിത തട്ടി മാറ്റി കളയല്ലേ, തിരസ്കരിക്കരുത്. നോഗയും കുടുംബവുമായ 8 പേരല്ലാതെ സകല മനുഷ്യരും ആ കാലഘട്ടത്തിൽ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. സ്തോത്രം. ആ യേശു ക്രിസ്തു വിളിച്ചു പറയുന്നത് ആ നോഗയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഞാൻ പറഞ്ഞു, നോഗയുടെ കാലഘട്ടം. അടുത്ത ലോത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കാം. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോദോമിലെത്തി. ലോത്ത് സോദോം പട്ടണവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. മതി, എല്ലാവരും ശ്രദ്ധിക്കണേ. ഇതാ ലോത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ലോത്ത് ഒരിക്കൽ സോദോം പട്ടണത്തിന്റെ വാതിൽക്കൽ ഒരു മൂപ്പനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2 ദൂതന്മാർ ലോത്തിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. അത് ദൂതന്മാരാണെന്നൊന്നും ലോത്തിന് മനസ്സിലായില്ല. 2 പുരുഷന്മാരെ. ആ പുരുഷന്മാരെ കണ്ടപ്പോൾ തന്നെ അവിടെ വായിക്കുന്നത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. അല്ലേ പാസ്റ്റർ, അങ്ങനെയല്ലേ കാണുന്നത്? അപ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്, ലോത്ത് നിലം വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. അതിൻ്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ നിലം വരെ കുനിഞ്ഞ് ദൈവഭൃത്യന്മാരെ നമസ്കരിക്കുന്ന ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ പേരാണ് ലോത്ത്. ഹല്ലേലൂയ. ഇതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവവചനത്തെയും അനുസരിക്കുന്നവർ ഒരു ഭാഗത്തുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ളവർ കരമുയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചേ. ലോത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിക്കാൻ പോവുകയാണ്. ലോത്തിൻ്റെ കാലഘട്ടത്തിലും ഇത് ഇവിടെ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന മക്കളെ പോലെ, ഹല്ലേലൂയ, അന്നും ഇതാ ലോത്ത് മാത്രം ദൈവത്തെ നമസ്കരിക്കുന്നവനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. അതുകൊണ്ട് 2 പുരുഷന്മാർ കടന്നു വരുമ്പോൾ അവൻ നിലം വരെ കുനിഞ്ഞ് അവരെ സ്വീകരിച്ച് ഇതാ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ കാലഘട്ടത്തിന്റെ 2-ാമത് പ്രത്യേകത, ആ 2 പുരുഷന്മാര് അല്ലെങ്കിൽ ദൂതന്മാര് അവന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ആ വീടിനകത്ത് ഇപ്പോൾ ആരുണ്ട്? ലോത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ അതിഥികളായിട്ട് വന്ന 2 പുരുഷന്മാരുണ്ട്. അവർ ദൂതന്മാരാണ്, സുന്ദരന്മാരായ പുരുഷന്മാരാണ്. അന്ന് സന്ധ്യയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അതിൻ്റെ ആ അടുത്ത വാക്യം മുതൽ നമുക്ക് തുടങ്ങാം. 8-ാം വാക്യം മുതൽ. പുരുഷൻ തൊടാത്ത അതിന് മുൻപ് സഹോദരന്മാര്
ഇങ്ങനെ ദോഷം ചെയ്യരുതേ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പുരുഷന്മാര് ആ വീട്ടിൽ ഉണ്ടെന്നറിഞ്ഞിട്ട് ആ ദേശത്തുള്ള സകല പുരുഷന്മാരും ലോത്തിന്റെ വീട് വളഞ്ഞു. ഇല്ല, ശ്രദ്ധിച്ചോ, ലോത്തിന്റെ കാലഘട്ടമാണ്. ലോത്തിന്റെ വീട് എന്ത് ചെയ്തു? വളഞ്ഞു. എന്തിനാ? അവരെ അടിക്കാൻ വേണ്ടിയൊന്നുമല്ല. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ലോത്തിന്റെ വീട് അവിടെയുള്ള ഈ ദേശത്തിലെ സകല പുരുഷന്മാരും വളഞ്ഞു. വളഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞ വാക്യം ഒന്ന് വായിച്ച ബസ്സേ. പുരുഷൻ തൊടാത്ത എന്നിട്ട് അതിന് സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷൻ അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ആ വന്നവരെല്ലാവരും ലോത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ രണ്ട് പുരുഷന്മാരെ അവരുമായി ഭോഗിക്കേണ്ടതിന് ഇങ്ങോട്ട് ഇറങ്ങി വിടുക. ആ വാക്യം ഒന്ന് വായിച്ചേ. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഇങ്ങോട്ട് നോക്കണേ. യേശുക്രിസ്തുവിന്റെ വരവന്റെ ലക്ഷണങ്ങളായി യേശുക്രിസ്തു പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇതാ: ലോത്തിന്റെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. എന്താണ് ലോത്തിന്റെ കാലം? രണ്ട് പുരുഷന്മാർ അതിഥികളായി ലോത്തിന്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ അവിടെയുള്ള സകല പുരുഷന്മാരും ലോത്തിന്റെ വീട് വളഞ്ഞിട്ട് ലോത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുക: ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് അവരെങ്ങോട്ട് ഇറക്കി വിട്. ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുക്കൽ അവരെ ഞങ്ങളുടെ അടുക്കലേക്ക് പുറത്തേക്ക് ആക്കുക എന്നവനോട് പറഞ്ഞു. അപ്പോൾ ലോത്ത് വാതിൽക്കൽ നിന്നിട്ട് അവരുടെ അടുക്കൽ പുറത്ത് ചെന്നിട്ട് കതകടച്ചു വെച്ചു. സഹോദരന്മാരെ ഇങ്ങനെ ദോഷം അവിടെയുള്ള സകല പുരുഷന്മാരോട് പറയുക: സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്. പുരുഷൻ തൊടാത്ത സുന്ദരികളായിരിക്കുന്ന രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങൾക്ക് തരാം. നോയിക്കോണേ, പുരുഷൻ തൊടാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട്, അവരെ ഞാൻ വിട്ടുതരാം. അപ്പോൾ ആ വന്നവരെന്താ പറഞ്ഞെന്നറിയാവോ? ഞങ്ങൾക്ക് ആ പെൺകുട്ടികളെ വേണ്ട, ഈ വന്ന രണ്ട് പുരുഷന്മാരെ മതി. ഇതാണ് ലോത്തിന്റെ കാലഘട്ടം. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അയ്യേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം പത്രവാർത്തകളൊക്കെ കാണുന്നതാ, ന്യൂസൊക്കെ കാണുന്നതാ, അല്ലെങ്കിൽ യൂട്യൂബൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വവർഗ വിഭാഗം ഇന്ന് ലോകത്തിൽ വന്നു കഴിഞ്ഞു, കേരളത്തിൽ വന്നു കഴിഞ്ഞു, ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു, അല്ലേ? ആണിനെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം, പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടം നമ്മളെല്ലാം ചിന്തിച്ചു, എന്താണ് ഇവർക്ക് പറ്റിയത്? എന്താണ് ആണിനെ കല്യാണം കഴിക്കുന്നത്? എന്താ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? എന്താണ് ഈ മനുഷ്യർക്ക് പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഓർത്തോണം, ഇത് ലോത്തിന്റെ കാലഘട്ടമാണ്. ലോത്തിന്റെ കാലഘട്ടത്തിന്റെ പാപം എന്ന് പറഞ്ഞാൽ പുരുഷനെ കല്യാണം കഴിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആണുങ്ങളുമായി ഭോഗിക്കുന്ന കാലഘട്ടം. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004 നാം എടുത്ത് പരിശോധിച്ചാൽ ആദ്യമായിട്ട് നെതർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് സ്വവർഗ വിഭാഗത്തിന് അനുമതി കൊടുത്തത്, 2004. അത് കഴിഞ്ഞ് ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും, ബാക്കി എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ അനുമതികൾ വന്നു കഴിഞ്ഞു. കേരളം നാം എടുത്ത് പരിശോധിച്ചാലും നമുക്കും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനേക പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മൾ ദിനംപ്രതി കാണുന്നതാ, അവർ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവർ. അപ്പോൾ തന്നെ ഇതിന് അനുമതി കൊടുക്കാത്ത ഒറ്റ രാജ്യം മാത്രമേ ഉള്ളൂ, നൈജീരിയ. ഹല്ലേലൂയ. നൈജീരിയ ഭരിക്കുന്ന പ്രസിഡന്റ് വരെ വിശ്വാസിയാ. അതുകൊണ്ട് നാം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണർവ് നടക്കുന്നതും നൈജീരിയയിലാണ്. എത്ര പേർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും? ഹല്ലേലൂയ. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും സ്വവർഗ വിഭാഗം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പാപം കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടമാണ് ലോത്തിന്റെ കാലഘട്ടം. നീതിമാനായിട്ട് 5 പേര് പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ലോത്തിന്റെ കാലഘട്ടം. ഇന്നും മനുഷ്യൻ്റെ സ്വഭാവം ആ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. പലരും ചോദിക്കും, ഇതൊക്കെ ബൈബിളിനകത്തുണ്ടോ എന്ന്. നന്നായിട്ട് ഞാൻ ഈ
സ്വവർഗ വിഭാഗം ഈ ലോകത്തിൽ വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്വവർഗ വിഭാഗം ഈ ലോകത്തിലേക്ക് വരാനുള്ള കാരണം? വേഗം വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കുകയോ. ശ്രദ്ധിച്ചോണം, ഈ ദേശനിവാസികൾ എത്രയോ വർഷമായി ഇതുപോലെ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നു, സത്യസുവിശേഷം കേൾക്കുന്നു. ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ പലപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നു. ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരിയെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ചെറുപ്പക്കാർ ദൈവമില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന എത്രയോ പ്രിയപ്പെട്ടവർ പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എന്ന് പറഞ്ഞാൽ അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അവരെന്താണോ ചിന്തിക്കുന്നത് അതാണ് ശരി. ഈ ചില ആൾക്കാരൊക്കെ പറയാറില്ലേ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. നമ്മൾ സുവിശേഷമൊക്കെ പറയുമ്പോൾ അവർ പറയും, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുന്നു എന്നല്ലയോ ബൈബിളിൽ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോഴേ ഞാൻ തിരിച്ച് പറയാറുണ്ട്, പ്രിനു പാസ്റ്റർ പറയുകയാണ്, ഞാൻ കാർബൺ ഡയോക്സൈഡാണ് ശ്വസിക്കുന്നത്, നൈട്രജനാണ് ഞാൻ പുറത്തേക്ക് തള്ളുന്നു, അതാണ് എൻ്റെ വിശ്വാസം. പ്രിനു പാസ്റ്റർ അങ്ങനെ വിശ്വസിക്കുന്നത് അല്ലേ? അവിടെ കീബോർഡിസ്റ്റ് വിശ്വസിക്കുകയാണ്, പ്രിനു പാസ്റ്റർ പറഞ്ഞതൊന്നും ശരിയല്ല, ഞാൻ നൈട്രജനാണ് ശ്വസിക്കുന്നത്, ഞാൻ ഓക്സിജനാണ് പുറത്തേക്ക് തള്ളുന്നത്, അതെൻ്റെ വിശ്വാസമാണ്. കാരണം എൻ്റെ വിശ്വാസം എന്നെ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെ പലരും സ്വന്തമായിട്ട് ഓരോന്ന് പറയുമ്പോഴും അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ നൈട്രജൻ ശ്വസിച്ചു. ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നു? ഇതാണ് അതിന് യാഥാർത്ഥ്യം. പക്ഷേ എനിക്ക് വേണേൽ പറയാം, ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ നൈട്രജനാണ് ശ്വസിക്കുന്നത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ ഓക്സിജനാണ് പുറന്തള്ളുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പറയാൻ പറ്റുമോ? എന്നിട്ട് പറയുക നിൻ്റെ വിശ്വാസം ഒരിക്കലും രക്ഷിക്കത്തില്ല. പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, ഒരു യാഥാർത്ഥ്യമുണ്ട്, എല്ലാറ്റിലും ഒരു സത്യമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലേ ഇല്ല. എന്തെങ്കിലും കയറി എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ ഒരിക്കലും സായുജ്യം പ്രാപിക്കാൻ പറ്റില്ല, ഒരിക്കലും മോക്ഷം പ്രാപിക്കാൻ പറ്റില്ല, ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുകയില്ല. അതാണ് ഇവിടെ വായിക്കുന്ന ഈ കാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രത്യേകത. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർക്കുകയോ നന്ദി കാണിക്കുകയോ മഹത്വം കൊടുക്കുകയോ ചെയ്യാതെ അവർ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അടുത്തത്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. കണ്ടോ, ഇന്ന് ദൈവമില്ല എന്ന് പറയുന്നവൻ ആരാ? ഒന്ന് പറഞ്ഞെല്ലാവരും, മൂഢൻ. നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എടാ ദൈവമൊന്നും ഇല്ലടേ, സ്വർഗവും നരകമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നു എങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്നു അവർ മൂഢന്മാരാണ്. പുറമേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും, പുറമേ ജ്ഞാനമുണ്ടായിരിക്കും. ഞാൻ പലപ്പോഴും ഒത്തിരി ജ്ഞാനം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, സ്വന്തം വീട്ടിൽ എത്ര ജനലുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇപ്പം എണ്ണിക്കൊണ്ടിരിക്കുക ആൾക്കാർ. സ്വന്തം വീട്ടിൽ എത്ര കട്ടലുണ്ടെന്നറിയാവോ? എണ്ണിയാലേ പറയാൻ പറ്റും, എത്രയോ വർഷമായിട്ട് ജീവിക്കുന്നല്ലേ. അപ്പോൾ സ്വന്തം വീട്ടിൽ എത്ര ജനലുണ്ടെന്ന് നമുക്കറിയത്തില്ല, സ്വന്തം വീട്ടിൽ എത്ര കട്ടലുണ്ടെന്ന് അറിയത്തില്ല. ഇതുപോലെ നമ്മളറിയാത്ത ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ടെന്നേ. അല്ലാതെ നമ്മളാരും ഒത്തിരി ജ്ഞാനമുള്ളവരെന്ന് ആരും ചിന്തിക്കല്ലേ. ഇവിടെ വായിക്കുന്ന എന്തുവാണ്? അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്നു. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, അതിന്റെ അർത്ഥം മനുഷ്യനെ ആരാധിക്കുന്നവർ
പക്ഷികളെ ആരാധിക്കുന്നവർ, നാൽക്കാലി, 4 കാലുള്ള മൃഗത്തെ ആരാധിക്കുന്നവർ, ഇഴജാതികളെ ആരാധിക്കുന്നവർ എന്നിവയുടെ രൂപസാദൃശ്യമാക്കി ദൈവത്തെ മാറ്റി. ആരെ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവനായ ദൈവത്തെക്കാൾ സൃഷ്ടിയെ ആരാധിക്കുന്നവർ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആമേ, ഈ സൂര്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൂര്യനെ ആരാധിക്കേണ്ടത് സൃഷ്ടാവായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരിക്കൽ കബീർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഒരു വിഗ്രഹത്തിനടുത്ത് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വിഗ്രഹമേ, നീ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കൊരു ഉപകാരവും ചെയ്തില്ല. പക്ഷെ എൻ്റെ അടുക്കളയിൽ എന്ത് കിടപ്പുണ്ട്? ഒരു ആട്ടുകല്ല് കിടപ്പുണ്ട്. അതെനിക്ക് ധാന്യമൊക്കെ പൊടിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ ആട്ടുകല്ലിനെ ആരാധിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ കബീർ ആട്ടുകല്ലിൻ്റെ അടുക്കൽ ചെന്നു. ആട്ടുകല്ല്, ഞാൻ നിന്നെ ഒന്ന് ആരാധിച്ചോട്ടെ, നീ എനിക്ക് ധാന്യമൊക്കെ ഒന്ന് പിടിച്ചു തരികയില്ലേ? അപ്പോൾ ആട്ടുകല്ല് പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്നെ അല്ല ആരാധിക്കേണ്ടത്, എന്നെ വെട്ടിയെടുത്തൊരു പാറയുണ്ട്, ആ പാറയാണ് നീ ആരാധിക്കേണ്ടത്. ഉടനെ ആ പാറയുടെ അടുക്കിലേക്ക് ഇദ്ദേഹം ചെന്നു. പാറയോട് പറഞ്ഞു, പാറയെ, ഞാൻ നിന്നെ ഒന്ന് ആരാധിക്കട്ടെ, നീ എനിക്ക് തന്നിട്ടുള്ള ആട്ടുകല്ല് എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്യുന്നുണ്ട്. ഉടനെ പാറ പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്നെ അല്ല ആരാധിക്കേണ്ടത്, എന്നെ സൃഷ്ടിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി സൃഷ്ടാവായ, അടുത്ത വാക്യത്തിൽ കാണുന്ന അങ്ങനെയാ, ക്ഷയമുള്ള മനുഷ്യൻ അത് കഴിഞ്ഞു, രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സ്വവർഗ വിഭാഗം വന്നു? ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പാപം പെരുകുന്നു? ഈ കാലഘട്ടം എന്തുകൊണ്ട് മനുഷ്യൻ മൃഗമായി തീർന്നുകൊണ്ടിരിക്കുന്നു? ഇത് തീർന്നതിന്റെ കാരണം ദൈവമാണ് അവരെ അശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത്. എല്ലാവരും പഠിച്ചോണേ, നീ ദൈവകൃപ വിട്ടുപോയാൽ നിന്നെ അശുദ്ധിയിലേക്ക് ദൈവമാണ് ഏൽപ്പിക്കുന്നത്. നീ ആരാധിക്കാതിരുന്നാൽ, നീ പ്രാർത്ഥന കുറഞ്ഞാൽ, വേദപുസ്തക വായന കുറഞ്ഞാൽ, ഉപവാസം കുറഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞാൽ, അവിടെ ഇവിടെ കൂടെ പോകുന്ന പിശാചിനെയല്ല പറയേണ്ടത്, ദൈവം തന്നെ നിന്നെ അശുദ്ധിയിലേക്ക് ഏൽപ്പിക്കും. വൈകിതായിട്ട് ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളയുന്നു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിച്ചവനായ ദൈവത്തെക്കാൾ സൃഷ്ടിയെ അവർ ഭജിച്ചു ആരാധിക്കുന്നു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അടുത്ത വാക്യം അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. എന്തുകൊണ്ട് സ്വവർഗ വിഭാഗം വന്നു? അതാണ് അടുത്ത മറുപടി. അപമാന രാഗങ്ങളിൽ ദൈവം അവരെ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ഔവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് അപലക്ഷണമായത് പ്രവർത്തിച്ചു. കണ്ടോ, ലോത്തിന്റെ കാലഘട്ടത്തിൽ ലോത്തിന്റെ ഭവനത്തിൽ വന്ന 2 പുരുഷന്മാരെ അവരുമായി ഭോഗിക്കേണ്ടതിന് ഇറക്കി വിടൂ എന്ന് അന്ന് പറഞ്ഞെങ്കിൽ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ സത്യം അറിഞ്ഞിട്ടും അതിനെ തിരസ്കരിച്ച് മുന്നോട്ട് പോയാൽ സ്വാഭാവിക ഭോഗത്തെ ദൈവം എടുത്ത് മാറ്റി അതിനെ സ്വഭാവ വിരുദ്ധമാക്കി കളയുന്നത് സർവശക്തനായ ദൈവമാ. അതുകൊണ്ട് ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയുക, നാളെ നിന്റെ തലമുറ നിന്റെ മോമെന്ന് പറയുക, പപ്പ എനിക്കൊരാളുമായിട്ട് ഭയങ്കര ഇഷ്ടത്തില്ല. നമ്മൾ വിചാരിക്കും സുന്ദരിയായൊരു പെൺകുട്ടിയായിരിക്കും എന്ന് കരുതി, നീ എന്നാ അതിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞൊരു അനുവാദം കൊടുത്താൽ, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വേറൊരു ചെറുക്കനെയും കൊണ്ട് വരാൻ പോകുകയാണ്. അതായി കാലഘട്ടം. നമ്മുടെ മോള് വന്ന് പറയും, എനിക്ക് പപ്പ, എനിക്ക് ഒരാളുമായി ഭയങ്കര പ്രേമമാ, ഇഷ്ടമാ, എനിക്ക് വിവാഹം കഴിക്കണം. മോളെ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും പറയും, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സപ്പോർട്ടാ, നീ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കും നല്ല ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ കയറി വരുമെന്ന് കാത്തിരിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരാൻ പോവുകയാ. അതാ അപമാന രാഗങ്ങളിൽ ദൈവമായി ഏൽപ്പിക്കുന്നേ. ഇതിനകത്ത് കേൾക്കുന്ന ഈ ശബ്ദസീമയ്ക്കുള്ളിൽ കേൾക്കുന്ന മാതാപിതാക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്നത്തെ തലമുറ അധപ്പതനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറ, നിന്റെ തലമുറ, യഥാർത്ഥ നീ ആഗ്രഹിക്കുന്ന ഭാവി, നീ ആഗ്രഹിക്കുന്ന നന്മ അവരിൽ കാണണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. നീ യഥാർത്ഥ ദൈവമകനായും ദൈവമകളായും തീരണം.
നീ വിശുദ്ധ വേദപുസ്തക പ്രകാരം ജീവിപ്പാൻ തയ്യാറാകണം. ലഹരിയോട് വിട പറയണം. ദൈവഹിതമില്ലാത്ത പാപത്തോട് വിട പറയണം. ഒത്തിരി ലക്ഷണങ്ങൾ വേദപുസ്തകത്തിലുണ്ടെങ്കിൽ സമയം തരുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 8-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നുവെങ്കിൽ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിക്കുക എന്നും, ദുരുപദേശക്കാർ വരുമെന്നും, യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കുമെന്നും, ജാതിയോട് എതിർക്കുമെന്നും, ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒത്തിരി ലക്ഷണങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. സമയത്തിന്റെ പരിമിതി മുഖാന്തരം എല്ലാം പ്രസംഗിക്കാൻ സമയമില്ല. എല്ലാവരും ഓർത്തോണം, അന്ന് 2 പേർ തിരുക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റൊരാൾ കൈവിടപ്പെടും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവരും പുറത്ത് കേൾക്കുന്നവരാരും തന്നെ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. മദ്യപാനത്തോട് വിട പറയണം. സിഗരറ്റ് വലിയോട് വിട പറയണം. കഞ്ചാവിനോട് വിട പറയണം. പട്ടച്ചാരായത്തോട് വിട പറയണം. MDMA തുടങ്ങിയുള്ള പല രാസലഹരി വസ്തുക്കളുണ്ട്, അതിനോട് വിട പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു പെൺകുട്ടികൾ വരെ ഇന്ന് രാസലഹരികൾക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്കൂളുകളിലെ അധ്യാപകർ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെയുള്ള കുട്ടികളെല്ലാവരും മിഠായി രൂപത്തിലുള്ള, സ്റ്റാമ്പ് രൂപത്തിലുള്ള പലതരം രാസലഹരികൾക്ക് അവർ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരെ രക്ഷിപ്പാൻ ഒരു പരിമിതിയുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരെ രക്ഷിപ്പാൻ ഒരു പരിമിതിയുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ദേശത്തിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറയെ രക്ഷിപ്പാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന പലരും മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് കണ്ണുനീരോട് ഇതിനകത്ത് വന്നിരിക്കുന്നവരുണ്ട്. ഭർത്താവിന്റെ മദ്യപാനത്തെ ഓർത്ത്, അനുസരണമില്ലാത്ത തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ 2026-ാമത്തെ ഈ ജനറൽ കൺവെൻഷനിൽ നിന്റെ കുടുംബം തകർച്ചയിൽ നിന്നും, നിന്റെ തലമുറ തകർച്ചയിൽ നിന്നും, നിന്റെ കുടുംബം പരാജയത്തിൽ നിന്നും ഒരു വിജയത്തിലേക്ക് എൻ്റെ അപ്പൻ കൈപിടിച്ചുയർത്തുന്ന ദിവസമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് വിളിച്ച് പറയുക. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തോട് വിട പറയണം. ലഹരിയോട് വിട പറയണം. മദ്യപാനത്തോട് വിട പറയണം. ഈ സിഗരറ്റൊക്കെ ചില ആൾക്കാരൊക്കെ വലിച്ചു വിടുന്ന ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ചെവിയിൽ കൂടെ പോകുമെന്ന് അറിയത്തില്ല. ഈ പുകയൊക്കെ ഇങ്ങനെ ഊതി വിടുന്നത് മാജിക് കാണിക്കും പോലെ. ആ സിഗരറ്റിൻ്റെ കവറിൻ്റെ പുറത്തൊരു ഫോട്ടോയുണ്ട്. അത് റോസാപ്പൂവിൻ്റെ ഫോട്ടോയല്ല, ചിക്കൻ ബിരിയാണിയുടെ ഫോട്ടോയൊന്നുമല്ല. ഇവിടെ മുഴുവൻ അഴുകി പുഴുത്തിരിക്കുന്ന ഫോട്ടോയാ. അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം RCC എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ചെന്നാൽ പുഴുപടയ്ക്കും പോലെ പിടയ്ക്കുന്ന ഒത്തിരി ചെറുപ്പക്കാർ കിടപ്പുണ്ട്. ക്യാൻസർ എന്ന ആ മഹാവ്യാധി പിടിച്ച്. പ്രിയപ്പെട്ട സ്നേഹിത, ആ പുക വലിച്ച് നിന്റെ ശരീരത്തെ നശിപ്പിക്കല്ലേ. അവിടെ കരയുന്ന ചില ചെറുപ്പക്കാരികളായ ഭാര്യമാരും അമ്മമാരും ഉണ്ട്. അവരെന്തിനാ പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന് അറിയാമോ? അവർ രക്ഷപ്പെടാനല്ല, ഈ പുഴുപടയ്ക്കും പോലെ പടയ്ക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒന്ന് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ പുകയില്ലാത്ത അടുപ്പുണ്ട് അല്ലേ? അതുള്ളവരൊന്ന് കരയുയർത്തിയേ. അമേരിക്കയിൽ നിന്ന് വന്നവരായതുകൊണ്ട് അതൊന്നും ഉണ്ടാകത്തില്ലല്ലോ അല്ലയോ? സ്വതം പുകയില്ലാത്ത അടുപ്പ് ഉണ്ട്. പുകയില്ലാത്ത അടുപ്പ്. അപ്പോഴതിൻ്റെ കുഴൽ എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ടാണ്. ഏത് ഫാക്ടറിയുടെ പുകക്കുഴൽ എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ടാണ്. പ്രിയ സ്നേഹിതരെ, നിന്റെ മൂക്കിൽ താഴോട്ട് 2 ദ്വാരം ദൈവം വെച്ചിരിക്കുന്നത് പുക ഊതി വിടാനല്ല. അങ്ങനെ ഒരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ മുകളിലോട്ടൊരു പോക്കുകളുണ്ടാകുമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പുകവലിയോട് വിട പറയണം. മദ്യപാനത്തോട് വിട പറയണം. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, മദ്യപിച്ച കുഴപ്പം എന്താണ്, ബൈബിളിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, യേശു വീഞ്ഞുണ്ടായി കൊടുത്തില്ലയോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം തോന്നുന്നു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് നേരം വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അല്ലേ? അതല്ലേ വാക്യം പാസ്റ്റേ? 5:11. ഹല്ലേലൂയ. അത് ഞാൻ കാണാതെ പറയും, കാരണം സമയം തീർന്നു പോയി. അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അടുത്ത വാക്യം,
അവരുടെ വിരുന്നുകളിൽ കിന്നരവും അവരുടെ വിരുന്നുകളിൽ, മദ്യപിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകതയെ വായിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വിരുന്നുകളിൽ കിന്നരമുണ്ട്, വീണയുണ്ട്, തപ്പുണ്ട്, കുഴലുണ്ട്, നൃത്തമുണ്ട്. അതിന്റെ അർത്ഥം ഇതാ, ഏറ്റവും കൂടുതൽ ഈ മദ്യം റെക്കോർഡ് വിലയ്ക്ക് ചിലവാകുന്നത് എന്താണെന്നറിയാമോ? ഈസ്റ്ററിനും ക്രിസ്മസിനും. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ കുടിയന്മാര് ക്രിസ്ത്യാനികളാണ്. സ്തോത്രം. റെക്കോർഡ് വിലയ്ക്കാണ് ഈസ്റ്ററിനും ക്രിസ്മസിനും മദ്യം ചിലവാകുന്നത്. ഈ മദ്യപാനിയുടെ പ്രത്യേകത എന്നോട് വായിച്ചത്, അവിടെ കിന്നരം, വീണ, തപ്പ്, കുഴല്, നൃത്തം. അതിനർത്ഥം ചെണ്ടമേളങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നന്നായിട്ട് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോട് ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന അനേക ചെറുപ്പക്കാരെയും അനേക പ്രായമുള്ളവരെയും കാണാൻ പറ്റും. ഇവരാരും ഡാൻസ് പഠിച്ചവരല്ല. പിന്നെയോ ഈ വെള്ളമകത്തി ചെല്ലുമ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കും. ചില ആൾക്കാർ കുടിക്കാതിരുന്നാൽ ആരോടും മിണ്ടത്തില്ല. നമ്മൾ വിചാരിക്കും ബാങ്ക് മാനേജരെന്ന് തോന്നും. വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും ആ ഓ ഈ ഇത്രയേ ഉള്ളൂ, ഒന്നും മിണ്ടത്തില്ല. പക്ഷെ ഈ വെള്ളമകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വാ തുറന്നാ പിന്നെ എന്താ, കാണുന്നവരെ മുഴുവനും അളിയ അളിയ എന്നാ വിളിക്കുന്നത്. ഏത് വകയിൽ അളിയനെന്നറിയത്തില്ല. ഇന്ന് രാത്രി ഒത്തിരി അളിയന്മാരെന്നെ കേട്ടോണ്ടിരിക്കുന്നു. അളിയോ, ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. സ്തോത്രം. ഈ ക്രിസ്മസിനൊക്കെ അളിയന്മാർക്ക് പറ്റുന്ന അബദ്ധമൊക്കെ നമുക്കറിയാം. ആടിയാടി വന്ന് ലെവൽ ഇട്ട് ആ റോഡിൻ്റെ സൈഡിൽ കിടക്കുമ്പം നായ് വന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യട്ടെ എന്ന് പറയുന്ന അളിയന്മാരുണ്ട്. നടന്നു പോകുമ്പോൾ സർവേക്കലിനെ കണ്ടിട്ട് എന്തടാ എന്നെ കണ്ടിട്ട് എണീക്കാത്തല്ലേ എന്ന് പറഞ്ഞ് കാല് മടക്കിയടിച്ച് കാല് പൊട്ടിയ അളിയന്മാരുണ്ട്. അതാണ് ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. ആർക്കാണ് കഷ്ടം, ആർക്കാണ് കൺചുവപ്പ്, ആർക്കാണ് അനാവശ്യമായ മുറിവ്, അല്ലേ? ഇതൊക്കെ മദ്യപിക്കുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2026 നാം എടുത്ത് പരിശോധിച്ചാലോ 2025 നാം എടുത്ത് പരിശോധിച്ചാലോ ഈ 15 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് ഈ ലോകം വിട്ട് അപകടം വഴി മാറ്റപ്പെട്ടെ. ആ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരെ നാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ലഹരികൾക്ക് അടിമകളാ. ജയിലിൽ കിടക്കുന്ന ഒത്തിരി ചെറുപ്പക്കാരുണ്ട്. അവരുടെ നിന്ന് അവർ ചോദിച്ചാൽ അവർ പറയും, എൻ്റെ അപ്പനാണെന്നറിയാതെ ഞാൻ കൊന്നുകളഞ്ഞു എൻ്റെ അപ്പനെ, കാരണം ഈ ലഹരിയാ. എൻ്റെ അമ്മയാണെന്ന് അറിയാതെ ഞാൻ എൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞു, എൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു, എൻ്റെ സഹോദരി ഞാൻ പീഡിപ്പിച്ചു. ഇതെല്ലാത്തിനും കാരണം ഈ ലഹരിയാ. ഇന്ന് രാത്രി ഇതിനകത്തും പുറത്തും കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലഹരിയോട് വിട പറയണം, മദ്യപാനത്തോട് വിട പറയണം, പാപത്തോട് വിട പറയണം. ഈ കാലഘട്ടം വിളിച്ചറിയിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണമാ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കേ. ഇന്ന് രാത്രി ഒരു വിടുതൻ്റെ രാത്രിയാ. ചില കുടുംബങ്ങളിൽ സ്വസ്ഥതകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന